ഹലോ ഗൈസ്, ഇന്ന് എന്താ പരിപാടി എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ദുബായിലാണ്. ഞാൻ നാട്ടിൽ പോകാൻ തീരുമാനിച്ചു. ജസ്റ്റ് ഒന്ന് നാട്ടിൽ പോയിട്ട് വരാം. അപ്പോൾ ഇവിടെ ഇന്നത്തെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ അബുദാബിയിൽ നിന്നാണ് പോകുന്നത്. അപ്പം ജസ്റ്റ് കാറൊന്നും എടുക്കുന്നില്ല, ജസ്റ്റ് മെട്രോ ബസ് അങ്ങനെ പോവാണ്. അപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് പോകാമെന്നുള്ളതേ ഉള്ളൂ. ഞാൻ അതിൻ്റെ വേഗം കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഗൈസ്, രാവിലെ നല്ല ടാസ്ക് കേട്ടോ, ഒടുക്കത്തെ തിരക്കാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ മഷീദ് മെട്രോ സ്റ്റേഷനിലുള്ളൂ. ഇവിടെ നിന്ന് എനിക്ക് ഇബിന് ബത്തൂത്ത് പോകാം. അപ്പോൾ ഞാൻ എന്തായാലും ഈ ട്രെയിനിൽ പോകാം, അടുത്ത ട്രെയിനിൽ പോകാം. കാര്യം ഇവിടെ കണ്ടോ നല്ല തിരക്കാണ്. അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് ലഗേജസും ഉണ്ട്. അപ്പോൾ അതും കൊണ്ടിട്ട് പെട്ടെന്ന് കയറൽ അത്ര എളുപ്പമല്ല. ഒറ്റ ട്രെയിൻ വരുന്നുണ്ട്, എന്തായാലും ഇതിനകത്ത് കയറി പോകാം. നമുക്ക് പോകാതെ വേറെ വഴിയില്ല. ഇതിനകത്ത് കുറച്ച് തിരക്ക് കുറവുണ്ട്. എന്തായാലും തിരക്ക് കുറച്ച് കുറവുണ്ട്, അതുകൊണ്ട് സീനില്ല. ഗൈസ്, നമ്മൾ കയറിയ ട്രെയിൻ അൽക്കയിൽ വരെ ഉള്ളൂ. അൽക്കയിൽ നിന്ന് ഇത് ടെർമിനേറ്റ് ആവും. പിന്നെ ഇപ്പം വന്ന ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഈ ട്രെയിനില്ലേ, ഈ ട്രെയിന് ഇവിടെ പോകുന്നതാണ്, എക്സ്പോ 22 പോകുന്നതാണ്. പക്ഷേ അതിൽ നമ്മൾ കയറിയിട്ട് കാര്യമില്ല. നമുക്ക് ജബലാലി അല്ല, ആ സൈഡാണ് നമുക്ക് പോകേണ്ടത്. ഇബ്നു ബത്തൂത്ത സൈഡ്, ജബലാലി ഇബ്നു ബത്തൂത്ത സൈഡാണ് നമുക്ക് പോകേണ്ടത്. UAE എക്സ്ചേഞ്ചാണ് ലാസ്റ്റ് സ്റ്റോപ്പ്. അപ്പം ഇനി അടുത്തത് UAE എക്സ്ചേഞ്ച് ട്രെയിൻ വരും, അതിനകത്ത് കയറണം നമുക്ക്. അപ്പോൾ മശരിക്കിൽ നിന്ന് നേരെ അൽക്കയിൽ നിന്ന് അടുത്ത ട്രെയിൻ. ഇവിടെ നിന്ന് കയറപ്പം UAE എക്സ്ചേഞ്ച് വഴി കയറുക. കാര്യം UAE എക്സ്ചേഞ്ച് ട്രെയിൻ കയറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പുറത്ത് പോകും, പിന്നെ അവിടെ നിന്ന് കുറേ നടക്കേണ്ടി വരും, സീനാണ്. അങ്ങനെ നമ്മൾ ഇവിടെ ഇബ്നു ബത്തൂത്ത മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി താഴോട്ട് വന്നിട്ട് ഇനി ഇവിടെ നിന്ന് ഉണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ എക്സിറ്റ് അടിക്കുക. എന്നിട്ട് അവിടെ ബസ് സ്റ്റേഷൻ വരുന്നത്, അങ്ങോട്ട് പോവുക. ഗൈസ്, അപ്പോൾ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇതുണ്ടോ, ഇവിടെയാണ് നമ്മുടെ ബസ് സ്റ്റേഷൻ വരുന്നത്. ഇത് ഇബ്നു ബത്തൂത്ത മാളാണ് ഈ കാണുന്നത്. ഉണ്ടോ, ഇത് ദുബായ് ബസ്സസ് ഇവിടെ കിടക്കും. പിന്നെ അബുദാബി ആ സൈഡിലാണ് വേണം, അങ്ങോട്ട് പോകണം. ഈ കാണുന്നതാണ് ഇബ്നു ബത്തൂത്ത മാള്. വെയിലായി കേട്ടോ, ട്രെയിൻ പോകുന്നുണ്ടോ ഗൈസ്? ഇതാണ് നമ്മുടെ ബസ്, സായദ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ബസ്. നമുക്ക് ഒരു ടിക്കറ്റ് എടുക്കണം. ഇവിടെ ഒരു കൗണ്ടറുണ്ട്. ഈ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കണം. ലഗേജൊക്കെ നമുക്ക് ആ സൈഡിൽ ഇടാം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് അവിടെ വെച്ചിട്ടുള്ളത്. ലഗേജ് നമുക്ക് വണ്ടിയിലേക്ക് ഇടാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ മെട്രോ വരുന്നു, അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്നു, നേരെ ബസ് സ്റ്റോപ്പിൽ. വലിയ താമസമൊന്നുമില്ല. അപ്പോൾ ഗൈസ്, ഞാൻ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതാണ് സംഭവം കണ്ടോ, ഇതാണ് നമ്മുടെ ടിക്കറ്റ്. 35 ദിറംസാണ് വരുന്നത്. 35 ദിറംസാണ് ആകെ വരുന്നുള്ളൂ. അതിനകത്ത് കയറുക, ടിക്കറ്റ് എടുക്കുക. അവിടെ വരുന്നിട്ട് ഇവർ ഹാഫ്ലത്ത് കാർഡ്, അതായത് അബുദാബിയിലെ കാർഡ് ഇവർ എടുക്കത്തില്ല ഈ വണ്ടിയിൽ. നമ്മളിപ്പോൾ അബുദാബി ബസ്സിൽ പോവുകയാണെങ്കിൽ, അല്ലാതെ ബസ്സിൽ പോവുകയാണെങ്കിൽ എടുക്കും. എയർപോർട്ട് ട്രിപ്പിൽ അത് എടുക്കത്തില്ല. ഇങ്ങനത്തെ ഈ ഒരു കാർഡ് എടുക്കണം നമുക്ക്. ലെങ്തി ഓഫ് സ്പേസ് ഉണ്ട് അല്ലേ, ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്, നോ പ്രോബ്ലം. അപ്പം ലഗേജ് എടുത്ത് തരണം. അങ്ങനെ ദുബായ്ക്ക് ഒരു ഷോർട്ട് ടൈം വിടാം. ദുബായ്ക്ക് നമ്മുടെ ലഗേജസ് കാര്യത്തിൽ അവിടെ വെച്ചു. ഞാനിപ്പം വണ്ടിയിലോട്ട് കയറാൻ പോവാണ്. വണ്ടിയിൽ കയറിയിട്ട് അവിടെ ഇരിക്കാം. ടാസ്ക് ഉണ്ടല്ലോ, അപ്പം വണ്ടിയിലോട്ട് കയറാം. നൈസല്ലേ, നമുക്ക് പുറകോട്ട് പോയിരിക്കാം. നൈസ്. കൊണ്ടുണ്ട് സാധാരണയല്ലേ നമുക്ക് ചാർജ് പോട്ട് വരുന്നതാണ്. ഇല്ലല്ലോ, ഈ വണ്ടിയിൽ ചാർജ് ബോർഡ് സീറ്റൊക്കെ ചെയ്യും കേട്ടോ. ലിവറുണ്ട്, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് നമുക്കിങ്ങനെ മാക്സിമം സീറ്റ് ബാക്കിലോട്ടാകുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പുറകിലിരിക്കുന്ന ആൾ സീനാക്കൂലും, അല്ലാതെ എനിക്കൊന്നും തട്ടത്തില്ല. എന്നാലും ഒരു മാക്സിമം അടുക്കി കേട്ടോ സീറ്റ് വെച്ചിരിക്കുന്നത്. കുഴപ്പമില്ല, ലെഗ് സ്പേസ് ഒക്കെ ഉണ്ട് കണ്ടോ, ലെഗ് സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഒരു ചെറിയൊരു സജഷൻ ഞാൻ പറയട്ടെ. അതായത് നമുക്ക് ഇപ്പം ഇതിനകത്ത് വൈഫൈയിലുണ്ടോ, വൈഫൈ ഉണ്ടായിരുന്നു സെറ്റാണ്. വൈഫൈ പിന്നെ ചാർജിങ് പോർട്ട് ഇങ്ങനെയുള്ളൊക്കെ സംഭവങ്ങൾ വേണം. ഈവൻ ബൈ ചാൻസ് ചിലപ്പം ആരെങ്കിലുമൊക്കെ യാത്ര ചെയ്ത് പെട്ടെന്ന് എവിടെ നിന്നെങ്കിലുമൊക്കെ വന്നു, എന്നിട്ട് അവർക്ക് ചിലപ്പോൾ ചാർജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവും, ഇതൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരിക്കും. ഈ കാണുന്നതാണ് അബുദാബി എയർപോർട്ട് കേട്ടോ. ലോങ് വ്യൂ ആണ് അബുദാബി എയർപോർട്ട്. ശരിക്കൊരു വേവി ഡിസൈൻ കേട്ടോ. കണ്ടോ, ഒഴുകി വരുന്ന ടൈപ്പ്. ഇവിടേക്ക് ഇവർ മാക്സിമം എനർജി യൂസ് ചെയ്യുന്നത് സോളാർ വെച്ചിട്ടാട്ടോ. സോളാർ പ്ലാന്റ് ചെയ്തിരിക്കുന്നുണ്ടോ, അതിൻ്റെ
എൻ്റെ സൈഡിൽ തന്നെ കാർ പാർക്കിങ്, അതിൻ്റെ മുകളിൽ സോളാർ. അപ്പോൾ ഗൈസ് നമ്മളിവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മളെ ബസ് പോയി നേരെ ഇവിടെ നിന്നാണ് കയറാനുള്ളത്. കണ്ടോ, ട്രോളി വേണമെങ്കിൽ ട്രോളി എടുക്കാം. ട്രോളീസ് ഇവിടെ ഓൾറെഡി ഉണ്ട്. മിക്ക ട്രിപ്പുകളും ഞാനിങ്ങനെ ഓടിപ്പടച്ചാണ് പോകാറുള്ളത്. അത് വേറൊരു രസമാണ്. അത് നമ്മൾ എല്ലാവർക്കും അറിയാമല്ലോ, മിക്കുള്ളവരും അങ്ങനെ ആയിരിക്കും. നേരത്തെ വന്ന് ഞാൻ കുറച്ച് റിലാക്സ് ആയിട്ടിരിക്കാം. പിന്നെ നോമ്പ് സമയമല്ലേ, ക്ഷീണം ഉണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ വന്നത്. എന്തായാലും അങ്ങോട്ട് കയറാം. ഓക്കെ, ഡോർ ഓപ്പണായി. അടുത്ത ഡോർ ഓപ്പണായി. ഡിപ്പാച്ചേഴ്സ്. ഇവിടെ ഇനിയിപ്പം നമുക്ക് ഗേറ്റ് കണ്ടുപിടിക്കണം. വലിയ പാടൊന്നുമില്ല. അവിടെ ആ സൈഡിൽ തന്നെയാണ് ഗേറ്റ് വരുന്നത്. അങ്ങോട്ട് പോകണം. ലഗേജ് ട്രോളി ഒന്നും ഉണ്ടെന്നോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു പാട്. ഭയങ്കര വിശാലമായ എയർപോർട്ട് കേട്ടോ. ദുബായിലെ അത്രയില്ല, എന്നാലും ഭയങ്കര അത്യാവശ്യം പോകാനൊക്കെ എളുപ്പമുള്ള എയർപോർട്ടാണ്. വളരെ ഈസിയാണ്. ഇവിടെ കുറേ സംഭവങ്ങൾ അവൈലബിൾ ആണ് കേട്ടോ. കണ്ടോ, നമുക്കിപ്പം ബാഗ് റാപ്പ് ചെയ്യണമെങ്കിൽ അവിടെ റാപ്പ് ചെയ്യാനുള്ള കമ്പനിയുണ്ട്. പിന്നെ ഇവിടെ എക്സ്ചേഞ്ച് ഉണ്ട്. പിന്നെ സ്റ്റാർബക്സ് ഉണ്ട്. സ്റ്റാർബക്സ് മെയിൻ ആണല്ലോ, എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ. കണ്ടോ, അവിടെ സ്റ്റാർബക്സ് ഉണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എല്ലാം അവൈലബിൾ ആണ്. കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും, എയർപോർട്ടല്ലേ. ഇപ്പോൾ ഓപ്പൺ ആയെന്നാണ് തോന്നുന്നത്. കണ്ടോ, അവിടെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. ഇതെല്ലാം അങ്ങോട്ട് പോയി നോക്കാം. എല്ലാവരും നേരത്തെ എത്തി. ഞാൻ കരുതി ഞാൻ മാത്രമാണ് നേരത്തെ എത്തിയത്. ഇങ്ങനെ സ്ട്രൈറ്റ് ക്യൂ അല്ല, ഇങ്ങനെ വളഞ്ഞ് എസ് പോലെ കിടക്കുവാണ്. ഇത്രയും നമുക്ക് പോകണം. അങ്ങനെ ശവമായി ഭവനായി. എന്തൊക്കെ മേളമായിരുന്നു എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല. എന്തോ ചെക്കിങ് എന്നത്. ഒരു 6 കിലോ കൂടിപ്പോയി ഗൈസ്. ഫുൾ സീനാക്കി. എല്ലാം എടുത്ത് മാറ്റണം. ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാം എടുത്ത് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ സീനാക്കി ഗൈസ്. 3-4 പ്രാവശ്യം ഞാൻ കയറി ഇറങ്ങി ഈ ലഗേജും കൊണ്ട്. അപ്പോൾ അവർക്ക് വെയിറ്റ് പറ്റത്തില്ല, പിന്നെ കൂടുതൽ, പിന്നെ പേ ചെയ്യണം. അവസാനം ഞാൻ പറഞ്ഞു 1 കിലോയ്ക്ക് വേണമെങ്കിൽ ഞാൻ പേ ചെയ്യാം, അല്ലാതെ അതിൽ കൂടുതലൊന്നും പേ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ 90 ദിർഹംസ് പേ ചെയ്തു. 90 ദിർഹംസ് മാക്സിമം, അതിൽ കൂടുതലൊന്നും പേ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഇതെന്താണെന്നറിയാം ഞാൻ പേ ചെയ്ത കാരണം, നമ്മൾ ആഗ്രഹിച്ചൊരു സാധനം വാങ്ങിയപ്പം എൻ്റെ ഒരു ഇതിൽ എനിക്ക് കളയാൻ താല്പര്യമില്ല. നമ്മളത് ആഗ്രഹിച്ച് മേടിച്ച സാധനങ്ങളാണ്. അത് കളയണേക്കാളും അതിൻ്റെ പൈസ കൊടുത്താൽ അതവിടെ കഴിഞ്ഞു. ഇപ്പം ലാപ്ടോപ്പും എല്ലാം കൂടെ ഇൻക്ലൂഡിട്ട് 10 കിലോയെ ആവാൻ പാടുള്ളൂ. അപ്പോൾ എല്ലാം കൂടെ ഇൻക്ലൂഡഡ് ആയിരിക്കണം. ഞാനിവിടെ നിന്ന് ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കുണ്ട് ഇവിടെ നിന്ന് എത്തിയാതിൽ നിന്ന് ആൾ വന്നിട്ട്, അതായത് ഇവിടുത്തെ സ്റ്റാഫാണ്, ഇവിടുത്തെ അറബ് സ്റ്റാഫാണ്, ഒരു ലേഡി. അവർ വന്നിട്ട് എനിക്ക് 2 കൂപ്പൺ ആദ്യം ഒന്ന് തന്നിട്ട് പറഞ്ഞ് ഇവിടെ നിന്ന് എന്തെങ്കിലും മേടിക്കണമെങ്കിൽ ഇന്ന് ഡിസ്കൗണ്ട് കിട്ടും, റംദാൻ്റേതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൂപ്പൺ തന്നു, 20% ഡിസ്കൗണ്ട്. എന്നിട്ട് ചോദിച്ചാൽ എനിക്ക് ഇനിയും വേണമെന്ന് വെച്ചിട്ട് 2 തന്നു. നമ്മളെന്തെങ്കിലും മേടിക്കുകയാണെങ്കിൽ ഡിസ്കൗണ്ടും കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പോഴാട്ടോ സംഭവം പിടികിട്ടിയത്. ഞാൻ കുറേ നേരം കൊണ്ട് ആലോചിക്കുന്നു, ഇതെന്താ ഇങ്ങനെ മാറ്റങ്ങളൊന്നും അങ്ങോട്ട് പിടി കിട്ടുന്നുമില്ല. എന്തൊക്കെയോ കുറേ മാറ്റങ്ങൾ. സംഭവം എന്താണെന്നറിയോ, ഇത് പുതിയ എയർപോർട്ടാണ്. ഇത് പുതിയതായിട്ട് ഇപ്പം പണിഞ്ഞ സെറ്റപ്പാണ്. കുറേ നടന്ന് എത്തുന്നില്ല. ഇത് ലാസ്റ്റ് ടൈമോ എന്തോ വന്നപ്പം ഇങ്ങനെ കയറി അപ്പോഴേ ഇമിഗ്രേഷൻ എന്താ ബോർഡിംഗ് പാസ് എടുത്തു. ഇമിഗ്രേഷൻ കഴിഞ്ഞു, ജസ്റ്റ് അപ്പോഴേ പോയി ഫ്ലൈറ്റിൻ്റെ ഗേറ്റിൻ്റെ അടുത്തെത്തി. ഇപ്പോൾ കുറേ നടക്കാറുണ്ട്. ദുബായ് പോലെ, അതായത് നോക്കി ദുബായ് പോലെ മറ്റേ എസ്കലേറ്റർ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കിയിരിക്കുക. വയ്യ ചത്ത് തളർന്ന് കുറേ നടന്നു കേട്ടോ. ഈ സംഭവം ഉണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ട് പോകുന്നില്ലേ. ഈ ബോർഡിംഗ് ടൈം 12:15 1:15 നമ്മൾ ഫ്ലൈറ്റ് എടുക്കും. സോ പെട്ടെന്ന് എത്തേണ്ടതുണ്ട്. ഇത് നോക്കി, ഇത് ഒച്ചനങ്ങുന്ന പോലെ അനങ്ങി പോകുന്നു. കുറച്ചും കൂടെ സ്പീഡ് വേണം. ദുബായിലേക്ക് കുറച്ചും കൂടെ സ്പീഡുണ്ട് ഗൈസ്. ഇത് എൻ്റെ പെട്ടി ഇപ്പോഴും എത്തിയിട്ടില്ല. ഞാൻ ഇവിടെ നടന്നെത്തി. ഇവിടെ ഫുള്ള് സീനാണ്. ഇപ്പോൾ ഞാനേ ഒന്ന് ഡ്യൂട്ടി ഫ്രീയിൽ പൊക്കോട്ടെ എന്ന് ചോദിക്കുമ്പോഴേ അയാൾ പറയണേ, ഇഫ് യു വാണ്ട് ടു മിസ് യുവർ ഫ്ലൈറ്റ് യു ക്യാൻ കോ. എന്ത് തേങ്ങാക്കൊലയാണ് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അവർക്ക് പറയാമല്ലോ ഫ്ലൈറ്റ് പോവും, സമയമില്ല. കസ്റ്റമേഴ്സിൻ്റെ കൂടെ എങ്ങനെ പെരുമാറണമെന്ന് പലർക്കും അറിയില്ല. അവർ ഡ്യൂട്ടിയിൽ റൂഡാണോ അതേ ബിഹേവിയറാണ് നമുക്കും സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞു. ഇനി നേരെ നമ്മുടെ ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള പരിപാടിയാണ്. ഇവിടെ നിന്നും കുറച്ച് നടക്കണമെന്ന് തോന്നുന്നു കേട്ടോ. ഈ ഗേറ്റ് നല്ല ലെങ്ത്തുള്ള ഗേറ്റാണ്. ഓക്കെ, നമ്മൾ ആ ഗേറ്റ് എത്തി. ഇങ്ങനെ ഡൈവേർട്ട് ചെയ്തിട്ടിരിക്കണം കേട്ടോ. ഈ സൈഡിന് അവിടെ വിസയർ കിടക്കണം കേട്ടോ. വിസയർ പിന്നെ അതിൻ്റെ ഫ്ലൈറ്റ് ഉണ്ടോ.
എനിക്ക് തോന്നുന്നത് ഈ ടൈമായതുകൊണ്ട് ഫ്ലൈറ്റുകൾ കുറവാണ്. വൈകിട്ടൊക്കെ ആയിരിക്കും ഫ്ലൈറ്റുകൾ കൂടുതലുണ്ടാകും. പല ഗേറ്റും ഫ്രീ ആയി കിടക്കുക. ഓക്കെ, നമ്മളിപ്പം ക്യാപ്റ്റനുണ്ട്. ക്യാപ്റ്റനാണ് വെൽക്കം ചെയ്യുന്നത്. സോ ഹായ്, ഹൗ ആർ യു? Very well, yourself? Thank you. 11B ആണ് നമ്മുടെ സീറ്റ്. അവർ ചെക്ക് ചെയ്തു, ജസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞു തരും, അത്രേ ഉള്ളൂ. ഒരു റെഡ് ഫീൽ, റെഡ് ആൻഡ് ഗ്രേ, ഇറ്റ്സ് വെരി നൈസാ. അപ്പോൾ 11B. ഹായ്, ഹൗ ആർ യു? ഇപ്പം നമുക്ക് 11Bയിലാണ് ഇരിക്കേണ്ടത്. 11B എന്ന് പറയുമ്പോൾ വീട്ടിൽ ഞാൻ പറഞ്ഞില്ല, അതിനപ്പുറത്തോട്ട് പോകില്ല. അയ്യോ, എന്തൊരവസ്ഥ. ഞാൻ വിൻഡോ സീറ്റിൽ ഇരുന്നോട്ടെ. വന്നാൽ മാറി കൊടുത്തില്ല. ഇപ്പം ജസ്റ്റ് വിൻഡോ സീറ്റിൽ ഇരിക്കാം. ഈവൻ ചോദിക്കുവാണെങ്കിൽ നമ്മൾ കൊടുക്കാം. നോ പ്രോബ്ലം, ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം അല്ലേ. നല്ല ടയറാണ്. നടന്ന് കയറിയും ലഗേജ് എടുത്തും ഫുൾ ടയറാണ്. അതുകൊണ്ടാണ് വലിയ എനർജി ഇല്ല. ഇനി നമ്മൾ പവറേഷ് അല്ലേ വരുന്നുണ്ടോ? എത്തിഹാദ് കൊണ്ട് മറ്റേ ഫ്ലൈറ്റാണെന്ന് അറിയില്ല. എയർ ഏഷ്യ എന്നോ അല്ലല്ല, അലസ് എന്തോ സംഭവമാണ്. ഐ തിങ്ക് ഈ ഫ്ലൈറ്റ് ഫുള്ളാണ്. അതുകൊണ്ട് മിക്കവാറും മാറേണ്ടി വരും കേട്ടോ. നമുക്ക് ചോദിക്കാം, വരുന്ന ആളുടെ ഇതുപോലെ നമുക്ക് വരപ്പോൾ ചോദിക്കാം. ഈവൻ പുള്ളിക്ക് വിൻഡോ സീറ്റിലാണ് ഇരിക്കേണ്ടതെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഇതില്ലല്ലോ. ശരിക്കും ഉണ്ടല്ലോ, നമുക്ക് കൗണ്ടറിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആ സീറ്റ് തരുന്നുണ്ട്. പക്ഷേ ഇപ്പം ചോദിക്കാൻ പറ്റിയൊരു അവസ്ഥയിലല്ല. വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ഒരു സീനാണ് അവിടെ നടന്നത്. വെയിറ്റും കാര്യങ്ങളുമായിട്ട് ഈവൻ ലാപ്ടോപ്പ് പോലും അവർ ആലോചിക്കുന്നില്ല. ഈവൻ ചാർജർ, ഒരു 25 ഗ്രാം വരുന്ന ചാർജർ അവർ പറഞ്ഞത് പറ്റത്തില്ല. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب. ആകെ സീനായി, ഒന്നും കാണുന്നില്ല. പിന്നെ മറ്റേ റൂട്ട് മാപ്പുള്ള കൊണ്ട് കുഴപ്പമില്ല. അതെ. Ladies and gentlemen, now that we have started our descent, please be informed that SkyTime entertainment system will be deactivated. ഇങ്ങനെ കുറെ നേരം കൊണ്ട് ഞാൻ ഡയറ്റ് എനിക്ക് സലാഡാണ് വെജിറ്റബിൾ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടിപ്പോൾ നോക്കിയോ മൊത്തം ഫ്രൂട്ട്സ് ആദ്യം ഫ്രൂട്ട് കേട്ടില്ല. അങ്ങനെ എക്സ്പെൻസീവ് ആയിട്ടുള്ള നോമ്പോറി അവിടെ ഫ്ലൈറ്റ് ചെയ്യുന്നു. സ്കൈയിൽ വെച്ചുള്ള നോമ്പോറി ഫ്ലൈറ്റ് ഞാനിവിടെ ഗ്രാൻഡ് മോസ്കിൽ പോകും. മുഹമ്മദ് പിടിക്കലെന്തെങ്കിലും മുറിക്കാനായിട്ട് അവിടെ ചെങ്ങാതി നോമ്പ് മുറിക്കല്ലോ. അവിടെ കൂടെ തന്നെ നല്ല പാക്കേജാണ്. ചില ദിവസം ഒട്ടൊക്കെ കൊണ്ടുപോകുന്നില്ലേ, വലിയ ബോക്സ് 500 തലം വെച്ച് തരും. ഇതൊന്നും തരില്ല. അതിന് അടിപൊളിയായിരിക്കും അല്ലേ? എങ്ങനെ ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ബിരിയാണി അങ്ങനെ എന്തെങ്കിലും കൊണ്ടോ? നല്ല വലിയൊരു ബോക്സ് എല്ലാവർക്കും തരുന്നത്. അതിനകത്ത് ബിരിയാണി കാര്യങ്ങൾ എല്ലാ സാധനങ്ങളും ഉണ്ട്. ചില ദിവസങ്ങളിൽ പറയുകയാണെങ്കിൽ പ്രീമിയം സാധനം കാണും. ഒരാശ്വാസത്തിൽ
ഇളക്കിയിട്ട്. അതിന് ലാൻഡിങ്ങിൻ്റെ ഇടയ്ക്ക് ഊരിപ്പോയതാണെങ്കിൽ എന്തായാലും രക്ഷപ്പെട്ടു കേട്ടോ. ബൈ. അപ്പോൾ ലാൻഡിങ് സെറ്റായി. അങ്ങനെ തിരുവനന്തപുരം, വെൽക്കം ടു തിരുവനന്തപുരം അല്ലേ. നേരമൊക്കെ ഇരുട്ടി കേട്ടോ. ഒരു ഫ്ലൈറ്റ് ഇവിടെ കിടപ്പുണ്ടോ. ലിഫ്റ്റ് വേണമെന്നുള്ളവർക്ക് ലിഫ്റ്റ് ഉണ്ട്, അതല്ല എസ്കലേറ്റർ ആണെങ്കിൽ എസ്കലേറ്റർ ഉണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി ബാഗേജ് എടുക്കണം. നമ്മൾ ബാഗ് എടുക്കണം. ഇതിലിങ്ങനെ ബെൽറ്റിൽ വരുന്നുണ്ട് സാധനങ്ങൾ. ഇതൊരു ടാസ്ക്കാണ് കേട്ടോ. ഇതിങ്ങനെ നോക്കിയിട്ട് എടുക്കല്. ഒന്ന് ഓക്കെ. ഇനി മറ്റേ ആ വലിയ പെട്ടിയും കൂടെ കാണും. അതിന് എനിക്കൊന്ന് ആദ്യം ഇട്ടേക്കൊണ്ട് ലാസ്റ്റൊക്കെ ആയിരിക്കും പറ്റുന്നത്. അങ്ങനെ ഫൈനലി നമ്മളെ പെട്ടി വരുന്നുള്ളൂ. അപ്പോൾ ഗൈസ് പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനി ഒരു എന്താ പറയുക 50 മീറ്റർ കൂടെ കഴിഞ്ഞാൽ ഔട്ടായി വെളിയിലിറങ്ങി. എനിക്കറിയില്ല അവരെത്തിയോ ഇല്ലേന്ന്. ഇത് കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ടല്ലേ. ഐ ലവ് TRV എയർപോർട്ട്, ട്രിവാൻഡ്രം എയർപോർട്ട് എക്സിറ്റ്. പുറത്തേക്കുള്ള വഴി. ഇന്നലെ ഞാൻ അങ്ങോട്ട് ചെല്ലാൻ പോകണം. കാണാനില്ല ഗൈസ്, ആരും കാണാനില്ല. ഇതെന്നാ തോന്നുന്നത്, നോക്കാം. അവിടെ എത്തിയിട്ടില്ല. ഉമ്മച്ചിക്ക് എവിടെയാണെന്ന് ഒരു ഐഡിയ ഇല്ല. അവിടെ മറ്റേ ഫോണുണ്ട്, അപ്പോൾ അതിൽ നിന്ന് വിളിച്ചു നോക്കണം. എൻ്റെ ഫോൺ ഓഫായി. ഫോണിൽ നിന്ന് വിളിച്ച് നോക്കിയാൽ എവിടെയാണ് എന്താണെന്ന് അറിയാം. സോ അവസ്ഥ റിങ്ങുണ്ട് എവിടെയാണെന്ന് ഒരു ഐഡിയ ഇല്ല. ഹലോ, അസ്സലാമു അലൈക്കും. ഉമ്മച്ചി എവിടെ അമ്മ? ഞാനിപ്പോഴേ പുറത്തിറങ്ങി, നിങ്ങളെ കണ്ടില്ല. അതാണല്ലോ ഞാൻ കണ്ടു. അങ്ങനെയല്ല, ഇപ്പുറത്തെ എൻ്റെ ഫോൺ ഓഫായി പോയി. അതിൽ ബാലൻസും ഇല്ല വിളിക്കാൻ. എവിടെ നിങ്ങൾ എവിടെ ഇരിക്കണേ? എന്നാൽ അവിടെ നിന്നില്ല. ഞാൻ ഇപ്പുറത്ത് വരാം. ഞാൻ ഇപ്പുറത്തെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെയുള്ള ഫോൺ വിളിക്കാൻ വേണ്ടി വന്നു. ഞാൻ എന്താ വരുന്നത്? ഞാൻ ഇപ്പോൾ നേരത്തെ പുറത്തിറങ്ങി. ഞാൻ അവിടെ അത്രയും നോക്കി, എന്നിട്ട് കണ്ടില്ല. ഓക്കെ ശരിയാകും. അപ്പം ആളെ കിട്ടിയിട്ടുണ്ട്. അവർ വന്ന് അവിടെ ഇരിക്കുമായിരുന്നു. പക്ഷെ അപ്പോഴും ഞാൻ ഇറങ്ങി. ബ്രോ ആ ഫോണൊന്ന് എടുക്കാൻ പറഞ്ഞു. അല്ല, അവിടുത്തെ അല്ലെങ്കിൽ ഒന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ വെച്ചിട്ട് പോയാൽ അവർ CC ആണ്. അപ്പോൾ ഉമ്മച്ചിക്ക് അവിടെ നിൽപ്പുണ്ട്, അങ്ങോട്ട് പോകണം. മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ഐഡിയ ലോണും തരുമായിരുന്നു. ഇപ്പോൾ അതുമില്ല. ഐഡിയ അല്ല, സോറി, VA. താത്ത ഉമ്മ എല്ലാവരും ഉണ്ട്. ഞാൻ അവിടെ എല്ലാം നോക്കിയിട്ട് കണ്ടില്ലേ. എടാ എങ്ക ഇറക്കടാ. എല്ലാവരും ഇന്ന് മഞ്ഞക്കാലം. എന്താ ഓണക്കാലമായ? എല്ലാവരും മഞ്ഞാണല്ലോ. നിനക്കും കൂടെ ഒരു മഞ്ഞിട്ടൂടെ? അസ്സലാമു അലൈക്കും മച്ചി. ഞാൻ കുറേ ഞാൻ ഇവിടെ എത്രയും നോക്കിയിട്ട്. എന്താണ്
ഞാൻ ഇവിടെ കുറേ ഇവിടെ ഇറങ്ങി ഇവിടെ ഫുള്ള് നോക്കിയിട്ട് പിന്നെ അങ്ങ് പോയി ഫോൺ ഓഫായി പോയി സോണി ഗൈസ് ഇവൻ എന്നെ തേച്ച് ഗൈസ് ഇവൻ ഇപ്പം വരാമെന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ട് ഞാൻ എവിടെ എല്ലാം നോക്കുന്നത് 5 മിനിറ്റ് അവിടെ മൊത്തം കറങ്ങി നടന്നു ഇപ്പം അതേ ഉള്ളു അത് എൻ്റെ അതാണ് അതിൻ്റെ സത്യം. അതെന്താ ഡിലേ ആയ സത്യം പറ ഉമ്മായൊക്കെ കള്ളം പറയും എന്താ ഡിലേ ആയ വരാൻ താമസിച്ചേണ്ടാ എൻ്റെ ചെറുക്കൻ സത്യം പറഞ്ഞ കേട്ടോ അമ്മ അവിടെ നിന്ന് ഇറങ്ങാൻ താമസിച്ചെന്ന് വണ്ടി എത്തി